വിമാനത്തിൽ ഒരു സേഫ് സീറ്റ് ഉണ്ടോ? ഇപ്പോഴിത് അന്വേഷിക്കുന്നതിന്റെ പ്രധാന കാരണം നമുക്കറിയാം, വിശ്വാസ് കുമാർ രമേഷാണ്. അദ്ദേഹം 242 പേർ കയറിയ വിമാനത്തിൽ 241 പേരും മരിച്ചു. അവരെല്ലാം കത്തിക്കരിഞ്ഞ് മരിച്ചു. ഇദ്ദേഹം മാത്രം വല്ല വിധേനയും രക്ഷപ്പെട്ടു പോന്നു. ഇദ്ദേഹം ഇരുന്ന നമ്പർ 11A. അപ്പോൾ അതൊരു ഭാഗ്യ നമ്പറായിട്ടാണ് ആളുകൾ വിശേഷിപ്പിക്കുന്നത്, ആളുകൾ കണക്കാക്കുന്നത്. അപ്പോൾ വിമാനത്തിലൊരു ഭാഗ്യ നമ്പർ ഉണ്ടോ, ഒരു സേഫ് സീറ്റ് ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ന്യൂയോർക്ക് ടൈംസിലും അതിനെ സംബന്ധിച്ചൊരു ഒരു ഐറ്റം കാണുകയുണ്ടായി. അപ്പോൾ വിദഗ്ധർ പറയുന്നത് അങ്ങനെ ഒരു കാര്യമില്ല. വിമാനത്തിൽ പുറകിലിരുന്നാലും ഫ്രണ്ടിലിരുന്നാലും നടുക്കിരുന്നാലും എവിടെ ഇരുന്നാലും വരാനുള്ളത് വന്നിരിക്കും. അത് പിന്നെ വിദഗ്ധർ പറയേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ സേഫ് സീറ്റ് എന്നൊരു പ്രശ്നമില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പം ഈ 11A എന്നുള്ളത് ഫ്രണ്ടിലാണ്, വളരെ താരതമ്യേന വളരെ ഫ്രണ്ടിലാണ്. ഏതാണ്ട് 78 റോ ഉള്ളതാണ്. അപ്പം 11 എന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഈ വിമാനം സാധാരണ നിലയിൽ ഈ വിമാനവും മൂക്കും കുത്തിയാണ് വീണത്. മൂക്കും കുത്തി വീഴുമ്പോൾ ഈ ആദ്യ ഭാഗത്തിരിക്കുന്നവരാണ് മരിക്കാൻ ഏറ്റവും സാധ്യത കൂടുതൽ. അപ്പോൾ ഈ എങ്ങനെ രക്ഷപ്പെടുമെന്ന് അങ്ങേർക്കും അറിയത്തില്ല. അത് തന്നെയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയോടും പറഞ്ഞത്. എങ്ങനെ രക്ഷപ്പെടുമെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അവിടെ ആ എമർജൻസി എക്സിറ്റ്, അതേ മിക്കവാറും എല്ലാ വിമാനത്തിലും ആ 13 ആ നമ്പറിൽ അവിടെയാണെന്ന് തോന്നുന്നു. 13ലോ 12ലോ അവിടെയാണ് എമർജൻസി എക്സിറ്റ് എന്ന് തോന്നുന്നു. ലെഫ്റ്റിലെ എക്സിറ്റ് അവിടെയായിരുന്നു ഇദ്ദേഹം ഇരുന്നത്, അതിൻ്റെ അടുത്തായിരുന്നു ഇരുന്നത്. അപ്പോൾ അതിലൂടെ ചാടി ഇറങ്ങി പോരാനായിട്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞു. വേറെ ആർക്കും അത് കഴിഞ്ഞുമില്ല. അതാണ് അതിൻ്റെ അതിശയം. ഇപ്പോൾ ഒരാൾക്ക് കഴിഞ്ഞുവെങ്കിൽ വേറുള്ളവർക്ക് കൂടെ കഴിയേണ്ടതല്ലേ? അത് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ എതിർവശത്ത് ഉള്ള എമർജൻസി എക്സിറ്റ്, അത് ഈ വിമാനം തലകുത്തി വീണപ്പോഴത്തേക്ക് അത് ഈ കെട്ടിടത്തിൻ്റെ മതിലിനോട് ചേർന്നാണ് ആ വലതുഭാഗം ചെന്ന് വീണത്. അപ്പോൾ അതുകൊണ്ട് വലതുഭാഗത്തെ എമർജൻസി ഡോർ തുറന്ന് ആളുകൾക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് അവിടെയെല്ലാം അവർ ബാക്കിയുള്ളവരൊക്കെ കത്തിക്കരിഞ്ഞ് പോകാനായിട്ട് കാരണമായത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഇതുവഴി രക്ഷപ്പെടാൻ കഴിയേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ കഴിഞ്ഞില്ല. അതാണ് മഹാഭാഗ്യം എന്ന് നമുക്ക് പറയാവുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ്. അതായത് ചില ചാൻസുകൾ നമുക്കറിയാം. വിമാനത്തിൽ ആദ്യകാലത്ത് ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, ആദ്യകാലത്ത് ഈ വിമാനത്തിൻ്റെ പുറകിലിരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം പുറകിലിരുന്നാൽ അവിടെ കുടുക്കം കൂടുതലാണല്ലോ, ഫ്രണ്ടിൽ അത്ര കുടുക്കമില്ല. പക്ഷെ പിന്നീട് ആ പേടി അങ്ങ് മാറി. കാരണം എവിടെ ഇരുന്നാലും സംഭവിക്കാനുള്ളത് ഒരുപോലെ സംഭവിക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഒരിക്കൽ 10-35 വർഷം മുമ്പാണ് കൊച്ചിയിൽ നിന്ന് ഗോവയ്ക്ക് പോയി. അവിടെ അന്നത്തെ മുഖ്യമന്ത്രി ചർച്ചിൽ അലിമാവോ എന്ന് പറഞ്ഞ അങ്ങേരെ പറ്റി ഉള്ള വാർത്തകൾ ശേഖരിക്കാൻ അദ്ദേഹം കേസിൽ പെടുകയും ഒക്കെ ചെയ്തൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിയിൽ നിന്ന് പോയ വിമാനം അങ്ങോട്ട് ചാടുകയും ഇങ്ങോട്ട് ചാടുകയും ഒക്കെ ചെയ്ത് വല്ലവിധേനയും ഗോവയിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ വിമാനം കാണുമ്പം പേടിയായിപ്പോയി. വിമാനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പേടിയായിപ്പോയി. തിരിച്ച് ആ വിമാനത്തെ പോരുന്ന കാര്യം ഓർക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ വല്ലവിധേനയും തിരിച്ച് കയറി പോകുന്നു മാത്രം. അങ്ങനെ കുറേ കാലം വിമാനം കയറാൻ പേടി പോലും തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ആലോചിക്കാറുണ്ട്, നമ്മളെക്കാൾ യോഗ്യരായ ആളുകളാണ്, ചെറുപ്പക്കാരായ ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ ജീവിതത്തെക്കാൾ വലുതൊന്നുമല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ച് സമാധാനപ്പെടാറുമുണ്ട്. ഒന്നിനെപ്പറ്റിയും ആകുലപ്പെടാറുമില്ല. കാരണം ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവർക്ക് അതിനേക്കാൾ വിശേഷമൊന്നും നമുക്കില്ല എന്നുള്ളൊരു തോന്നൽ. എന്തായാലും ഈ സുരക്ഷിതത്വം സംബന്ധിച്ച് വിമാനത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സുരക്ഷിത സീറ്റില്ല. ഫ്രണ്ടിലായാലും ബാക്കിലായാലും. ഇങ്ങനെയുള്ള അപൂർവമായ ഒരു അവസരം വീണ് കിട്ടിയാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഇപ്പം കടലിലാണ് വീഴുന്നതെങ്കിൽ നമ്മൾ ഈ സേഫ്റ്റി അങ്ങനെയുള്ള പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി മുങ്ങിത്താഴുകയോ അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഒഴുകി പോകാമായിരിക്കാം. പക്ഷേ ഇപ്പം മലേഷ്യൻ എയർലൈൻസിന് സംഭവിച്ചത് എന്താണ്? അത് തലയും കുത്തി കടലിലേക്ക് വീണു. എങ്ങനെ വീണു എന്ന് അറിഞ്ഞുകൂടാ. അതിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചു. പക്ഷേ ഇപ്പോഴാണ് UN പറയുന്നത് അത് റഷ്യ അയച്ച മിസൈൽ കൊണ്ടിട്ടാണ് ആ വിമാനം തകർന്നു പോയതെന്ന്, അതിലെ ആളുകളെല്ലാം മരിച്ചു പോയതെന്ന്. 293 പേരോ മറ്റോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്രൂരകൃത്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കാറുണ്ട്. ഈ യാത്രക്കാർ മനുഷ്യരുടെ ഏറ്റവും ശക്തി കുറഞ്ഞ ഒരു അവസ്ഥയാണ് ഈ വിമാനത്തിൽ പോകുക എന്നുള്ളത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പൈലറ്റിന് മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. പൈലറ്റിൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള മനുഷ്യരെ അവർക്ക് നേരെ മിസൈൽ അയക്കാനും ടോർപിഡോ അവർക്ക് നേരെ ആ രീതിയിൽ ചെയ്യാനും ഒക്കെ രാജ്യങ്ങൾക്ക് തോന്നുക എന്ന് പറയുന്നത് തന്നെ എത്രയോ ഖേദകരമായ കാര്യമാണ്. എന്തായാലും ഈ വിശ്വാസ് കുമാർ രമേഷ് അദ്ദേഹത്തിന് നല്ല കാലം വരട്ടെ. അദ്ദേഹത്തിൻ്റെ ഇതിൽ കൂടുതൽ എന്തോ വരാനിരുന്നതാണ്. ഏതായാലും അത് വന്നില്ല. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് നമുക്ക് ആശ്വസിക്കാം.